ഈ ഒരു ഗ്രീൻ പീസ് മസാല നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണയും ഒഴിച്ചിട്ട് പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സബോള ഇട്ട് കൊടുക്കുക. സബോള കളറായി മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൊമാറ്റോസൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ആവണം കേട്ടോ മസാല. എന്നാൽ അതിലേക്ക് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇടയ്ക്ക് അത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും ഞാൻ മുളക് പൊടി രണ്ടാമത് ഇടുന്നുണ്ട്. കാരണം എൻ്റെ മക്കൾക്ക് ആവശ്യത്തിന് ഞാൻ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ആഡ് ചെയ്തിട്ട്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്താൽ മതി. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് മസാലകളും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലത്തെ വെള്ളം ഒന്ന് നല്ലോണം വറ്റിപ്പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം വെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കറി റെഡിയാണ്. ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയൊക്കെ 2-ന് പകരം 3 പോകും കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.